എറണാകുളം കോന്നമംഗലത്തെ 23-കാരുടെ ആത്മഹത്യ പ്രത്യേക സംഘം അന്വേഷിക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രതി റമീസിനെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിന് കേസെടുക്കണോ എന്നതിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനം. റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനൊപ്പം ഇയാളുടെ മാതാപിതാക്കളെയും പ്രതി ചേർക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ലാൽ, അതിൽ വരുന്ന ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് സോനയുടെ മാതാപിതാക്കൾ പരാതി നൽകി എന്നുള്ളതാണ്. അതായത് പെൺകുട്ടിയുടെ മാതാവ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അതിൽ കത്തയച്ചിട്ടുണ്ട്. കേരള പോലീസ് ചുമത്തി ദുർബല വകുപ്പുകൾ എന്നതാണ് കുടുംബം. അപ്പോൾ അതിന് അന്വേഷണം വഴി ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ കൂടി എങ്ങനെ പോകും എന്നതാണ് പ്രതീക്ഷിക്കേണ്ടത്. ലാൽ, ഹാഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ വളരെ തൃപ്തികരമായ നിലപാടാണ് കുടുംബത്തിനുള്ളത് എന്നത് കുടുംബം തന്നെ നമ്മോട് പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അസ്വാരസ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ അവർക്കുണ്ട് എന്ന കാര്യം പറഞ്ഞില്ല. കൃത്യമായി മൊഴിയെടുത്തിട്ടുണ്ട്, കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നേരായ നിരയിലാണ് എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നതും പറയുന്നതും. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി സ്ഥിതികളിൽ ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ പോലീസ് തയ്യാറാകുന്നില്ല എന്നീ കാര്യങ്ങളാണ് കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു, മുറിയിൽ പൂട്ടിയിട്ട് പൊന്നാനിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നീ കാര്യങ്ങളൊക്കെയാണ്. ഈ കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്ന ആവശ്യം കുടുംബം പലകുറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറാകാത്തതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നാണ് കുടുംബം സംശയിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാന പോലീസിൽ നിന്ന് NIAക്ക് കൈമാറണം എന്നൊരാവശ്യം അവർ പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് നിന്നുള്ള ചില ആളുകൾക്ക് ബാഹ്യ ഇടപെടലുകൾ, അതായത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ആശങ്ക തങ്ങൾക്കുണ്ട്. അത്തരം സംഭവങ്ങളുള്ള കാര്യം കൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടും മറ്റൊരു ഏജൻസിക്ക് കൈമാറി അത് അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ കേസിൻ്റെ അന്വേഷണം മാറ്റണം എന്ന കാര്യം പറയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് പോലീസ് വിഭാഗത്തിൽ തന്നെ ഈ കേസിനു വേണ്ടി പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. അതായത് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ 3 ഇൻസ്പെക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 10-അംഗ ടീമിനെ ഉൾപ്പെടുത്തിയാണ് ആ അന്വേഷണത്തിന് പുതിയൊരു സംഘത്തെ സംസ്ഥാനത്തെ പോലീസ് നിയോഗിച്ചിരിക്കുന്നത്. SP-യുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. DYSP ആയിരിക്കും അന്വേഷണത്തിന് മുഖ്യ ചുമതല വഹിക്കുക. കോതമംഗലത്തെ ഇൻസ്പെക്ടറും കൂട്ടമ്പുഴയിലെ ഇൻസ്പെക്ടറും ബിനാനിപുരം ഇൻസ്പെക്ടറുമായിരിക്കും അതിൻ്റെ അകത്ത് മറ്റ് ഇൻസ്പെക്ടർമാരായിട്ട് സേവനമനുഷ്ഠിക്കുക. ഈ ബിനാനിപുരത്താണ് ഈ പറഞ്ഞ റമീസിൻ്റെ വീടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അവിടുത്തെ ഇൻസ്പെക്ടറും കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നത്. ഈ കേസിൻ്റെ അകത്ത് ഏറ്റവും നിർണായകമായി അല്ലെങ്കിൽ ഏറ്റവും വിവാദമായി മാറിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു. വിവാഹം കഴിക്കണമെങ്കിൽ മതപരിവർത്തനം വേണം എന്നാവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ പെൺകുട്ടി തന്നെ സമ്മതിച്ചതാണ്. രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഈ റമീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, അതുകൊണ്ട് മതപരിവർത്തനം കല്യാണത്തിന് ശേഷം എന്ന നിലപാടിലേക്ക് പെൺകുട്ടി മാറിയിരുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ടു എന്നുള്ള ആരോപണമാണ്. ഈ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരിയുടെ മൊഴിയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് വിശദമായി പരിശോധിക്കണം. മാത്രമല്ല ഈ മുറിയിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്ന കാര്യത്തിന് കൃത്യമായ എവിഡൻസ് വേണം. മാത്രമല്ല ഇന്ത്യൻ നീതിന്യായ സംഹിതയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വകുപ്പുകളില്ല. നിർബന്ധിച്ച മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നതിനോ അല്ലെങ്കിൽ നിർബന്ധിച്ച മതപരിവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷാവിധികളോ മറ്റു കാര്യങ്ങളില്ല. ആകെയുള്ളത് IPCയിലെ ഒരു 520 കേസ് വകുപ്പുകൾ മാത്രമാണ്. അതും വളരെ ദുർബലമായ വകുപ്പുകളാണ്. ഈ കലാപാഹ്വാനം അടക്കമുള്ള കാര്യങ്ങളാണ്, മതം ഉപയോഗിച്ചുകൊണ്ടുള്ള കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകളാണ് അതിൻ്റെ അകത്തുമുള്ളത്. അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രത്യേക നിയമം ഇതുമായി ബന്ധപ്പെട്ട് വേണം. നിർബന്ധിത മതപരിവർത്തനം തടഞ്ഞുകൊണ്ടുള്ള പ്രത്യേക നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ വേണം. നമ്മൾ നേരത്തെ ഛത്തീസ്ഗഡിലെ കാര്യമെല്ലാം പറഞ്ഞ പോലെ അത്തരത്തിലുള്ള നിയമം നമ്മുടെ സ്റ്റേറ്റിലില്ല. അതുകൊണ്ട് തന്നെ അതിന് നിയമസാധുത വളരെ കുറവാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായി ഒരു അന്വേഷണം